സ്നേഹിതൻ മാനുവിൻ തന്നിരു മാറിടം ചാരിടും ഞാൻ ദിനവും മാറിടമാകവേ മാറിടും നേരവും ചാരിടം തന്നിരു മാറിടമാ മാറാത്ത സ്നേഹിതൻ മാനുവിൻ തന്നിരു മാറിടം ചാരിടും ഞാൻ ദിനവും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദര സഹോദരിമാർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഭാഗത്ത് പറയുന്നതായ കാര്യം, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേൽ മേൽ ആധിക്യം പ്രാപിച്ച് ഇസ്രായേൽ മക്കൾ മിദ്യാനോട് നിമിത്തം പർവ്വതങ്ങളിലും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളെ കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ മൃഗങ്ങളും അസംഖ്യം ആയിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ വേദഭാഗത്ത് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകമെന്ന് പറയുന്നത് മിദ്യാന്യരുടെ ആക്രമണം ആണ്. ഈ മിദ്യാന്യരുടെ ആക്രമണം മൂലം ഇസ്രായേലിന് 3 നഷ്ടങ്ങളുണ്ടായി എന്നുള്ളതാണ് അത് നാം ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അവർക്ക് 3 നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് 2-ാം അധ്യായത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയും, 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയും, 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയും, 6-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 10-ാമത്തെ അധ്യായത്തിലും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുള്ളത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നിലയിൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തുകൊണ്ട് യഹോവ ദൈവം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ഇസ്രായേലിന് വരുത്തിയ 3 നഷ്ടങ്ങൾ വളരെ ചുരുക്കമായിട്ട് നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, അവരുടെ യൂണിറ്റി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ലോസ്റ്റ് ദെയർ യൂണിറ്റി. മിദ്യാൻ്റെ ആക്രമണം മുഖാന്തരം അവരുടെ യൂണിറ്റി നഷ്ടപ്പെട്ടു, അവരുടെ ഐക്യത നഷ്ടപ്പെട്ടു. 2, അവരുടെ ലവ്, അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു. 3, അവർക്ക് ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവരൊന്നിച്ച് കൂടിയിരുന്ന് അത് ഐക്യതയോടിരുന്ന് സ്നേഹിച്ച് കൂട്ടായ്മ ആചരിച്ചു വന്നവരാണ്. എന്നാൽ ഈ മിദ്യാൻ്റെ ആക്രമണം മുഖാന്തരമാണ് അവർക്ക് അവരുടെ ഐക്യതയും സ്നേഹവും കൂട്ടായ്മയും തകർന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, വിശ്വാസികളായിരിക്കുന്ന നമ്മളിൽ ഈ വിധമായിരിക്കുന്ന മിദ്യാന്യ സ്വഭാവമുണ്ടോ? അങ്ങനെ ഈ സ്വഭാവക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ കലക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. മിദ്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫൈറ്റിംഗ് എന്നാണ്. കലഹം ഉണ്ടാക്കുന്നവൻ, യുദ്ധം ഉണ്ടാക്കുന്നവൻ, വഴക്ക് പിടിക്കുന്നു എന്നൊക്കെയാണ്. ഈ മിദ്യാൻ ആരാണ്? അവരുടെ ഉത്ഭവം എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 25-ന്റെ 2-ാമത്തെ വാക്യത്തിലാണ്. അതായത് അബ്രഹാമിന് കെതൂറയിലൂടെ ഉണ്ടായ 4-ാമത്തെ മകനാണ്. ജഡത്തിൻ്റെ സന്തതിയാണ്. അവിടെ ജഡം ആത്മാവിനെതിരാണ് എന്നുള്ളത് ഗലാത്യലേഖനം പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ ജഡത്തിൻ്റെ സ്വഭാവക്കാർ എവിടെയുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ജഡത്തെ മരിപ്പിക്കുക, ജഡത്തെ ക്രൂശിക്കുക. അതാണ് ഗലാത്യ ലേഖനം പിന്നീട് നമ്മെ ഓർപ്പിക്കുന്നു. ഞാനോ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ വേണം വിശ്വാസികൾ ജീവിക്കുവാൻ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവരുടെ എന്ത് ചെയ്തു? അവരുടെ ഈ യൂണിറ്റി, അവരുടെ ഐക്യത, അവരുടെ ലവ്, അവരുടെ സ്നേഹം, അവരുടെ ഫെലോഷിപ്പ്, അവരുടെ കൂട്ടായ്മ നഷ്ടപ്പെടുവാനിടയായി. കാരണം അവരുടെ സ്വാതന്ത്ര്യം, മറ്റൊരിടത്ത് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അവരൊന്നിച്ചു കൂടിയിരുന്നവരാണ്. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പോൾ അവരുടെ പാറകളും ഗഹരങ്ങളും എല്ലാം അഭയം പ്രാപിച്ചിരിക്കുകയാണ്. മിഥ്യാൻ്റെ ആക്രമണ നിമിത്തം ഒന്നിച്ചു കൂടിയിരുന്ന ആളുകൾ ഇപ്പം എന്ത് ചെയ്തു? ഇപ്പോൾ പാറക്കെട്ടുകളും ഗുഹരങ്ങളും ഒക്കെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ദുഃഖകരമായ കാര്യമാണ്. അവരുടെ ഹൃദയദൃഷ്ടി, അവർ ഹൃദ്യമായിട്ട് കൂടി വന്നവരാണ്. ഇന്ന് ഹൃദ്യമായി കൂടി വന്നെടുത്ത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യുന്നു? അവരുടെ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടിയിരിക്കുകയാണ്. 2-3 പേർ കൂടി വരുന്നവരുടെ ഇടയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ടെന്നാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇന്ന് അവിടെ ആരിയിരിപ്പായി? മിഥ്യാൻ ഇരിപ്പായി. പ്രിയപ്പെട്ടവരെ, എത്രയോ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് മിഥ്യാനെ എന്ത് ചെയ്തു? സ്ഥാനം കൊടുക്കാൻ പാടില്ല. അവൻ വന്ന് എന്ത് ചെയ്തു? അവർ വന്ന് അവരുടെ ട്രഷർ, അവരുടെ സമ്പത്തിനെ നശിപ്പിച്ചു. 2, അവരുടെ സമ്പത്ത് എന്തൊക്കെയാണ്? അവരുടെ ആട്, മാട്, കഴുത, ഇതിനെല്ലാം നശിപ്പിച്ചു പോയി. ആട് ഇടയൻ്റെ ആയിരിക്കേണ്ടതാണ്. എന്നാൽ എന്ത് ചെയ്തു? അതിനെ വലിച്ചു കൊണ്ടുപോയി, അതിനെ പിടിച്ചു കൊണ്ടുപോയി. നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരെ വലിച്ചുകൊണ്ട് പോകുന്ന ചില ആളുകളെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 20-30 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയൻ്റെ പക്ഷത്തിരിക്കുന്ന ആടുകളെ എന്ത് ചെയ്തു? അവർ വലിച്ചുകൊണ്ട് പോവുകയാണ്. നോക്കുക, അവർക്ക് ആട് നഷ്ടം, മാട് നഷ്ടം, കഴുത നഷ്ടം, എത്രയോ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. 2, അവർക്ക് ഉണ്ടായിരുന്ന ട്രഷർ, അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ആ കൃഷി ചെയ്യുന്ന സമയത്തും അവർക്ക് എന്തുണ്ടാവും? അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. അവർ കൃഷി നശിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ കൃഷി നശിപ്പിച്ചു. എന്ത് ചെയ്തു? അവർക്ക് കഴിക്കുവാനായിട്ട് ആഹാരമില്ലാതാക്കി തീർന്നു. അത് ഈ മിഥ്യാൻ്റെ ഒരു ആക്രമണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കൃഷി നടത്തി അത് പാകമായി വരുമ്പോൾ, അത് കൊയ്തെടുക്കാറാകുമ്പോൾ എന്ത് ചെയ്യും? അത് വെട്ടുക്കിളി പോലെ ഇവർ വന്ന് എന്ത് ചെയ്തു? അവർക്ക് ആ നിലയിലുള്ള ഒരു വലിയ നാശം സംഭവിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരുടെ ജീവിതത്തിൽ ഈ പിശാചിൻ്റെ അല്ലെങ്കിൽ ഈ സാത്താൻ്റെ അറ്റാക്ക് പോലെ ഈ മിഥ്യാൻ്റെ അറ്റാക്ക് ഏതെല്ലാം നിലയിലായിട്ടുണ്ട്? അവരുടെ ആഹാരത്തെ നശിപ്പിക്കുക, അല്ലെങ്കിൽ വിളം നശിപ്പിക്കുക. അപ്പോൾ വിളവ് നഷ്ടപ്പെട്ടാൽ അവർക്ക് ആഹാരം എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് കൃഷി നശിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്, കൃഷി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ മിഥ്യാൻ ഒരു ചെറുകുറുക്കനാണ്. അവൻ വരുത്തിയ വിന എത്രയോ വലിയതാണ്. അവരുടെ ആഹാരം, ഫുഡ് നഷ്ടപ്പെട്ടു, അവരുടെ ട്രഷർ നഷ്ടപ്പെട്ടു, അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ടു. അവരുടെ ആടും മാടും എല്ലാമാണ് അവരുടെ ട്രഷർ. അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ടപ്പോൾ അവർക്കെന്തുണ്ടായി? അവരുടെ ഐക്യത നഷ്ടപ്പെട്ടു, അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു, അവരുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ഇതാണ് അവർക്ക് സംഭവിച്ചത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു എന്നുള്ളതാണ്. യഹോവയ്ക്ക് അനിഷ്ടമായി പാപം ചെയ്തുകൊണ്ട് ദൈവം മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയും ദൈവജനത്തിന് സ്ഥാനം കൊടുക്കുകയും ദൈവമായിട്ട് നന്നായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ പിശാച് നമ്മിൽ നിന്ന് അകലുകയും നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്തുള്ള ബന്ധവും ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമുക്കെന്തുണ്ടാകും? നമ്മുടെ കൂട്ടുസൗഹൃദങ്ങളോട് ഐക്യത ഉണ്ടാകും, കൂട്ടുസൗഹൃദങ്ങളുടെ സ്നേഹം ഉണ്ടാകും, കൂട്ടുസൗഹൃദങ്ങൾ ചേർന്ന് കൂട്ടായ്മയ്ക്ക് പോകാനുള്ള ഉത്സാഹം ഉണ്ടാകും. ഇത് നഷ്ടപ്പെടുന്നത് പിശാചാണ്. അവനെ സൂക്ഷിക്കാം. അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് അകന്ന് ജീവിപ്പാൻ കർത്താവ് ഈ ചിന്തകൾ മുഖാന്തരം ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.